ഓക്കെ, മോഡൽ 4 മെറ്റീരിയൽ അനലൈസിസ് ബൈ ന്യൂക്ലിയർ ടെക്നിക്സ്. അപ്പോൾ ന്യൂക്ലിയർ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഒരു മെറ്റീരിയലിനെ അനലൈസ് ചെയ്യാൻ പോകുന്നു. ആ മെറ്റീരിയൽ എന്തായിരിക്കും? ഒരു സാമ്പിൾ ആയിരിക്കും, ഒരു എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ വേരിയസ്, അതായത് മെറ്റീരിയൽ അനലൈസിസ് ഓർ എലമെൻ്റൽ അനലൈസിസ്, ഇതിൽ നമ്മൾ വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ സാമ്പിൾ. ഒരു സാമ്പിൾ നമ്മൾ എടുക്കുക, അതായത് എക്സാമ്പിൾ സോളിഡോ, പിന്നെ വാട്ടറോ, ഡ്രിങ്കിങ് വാട്ടറോ, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, പിന്നെ കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെറ്റീരിയൽ ഓർ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ. അപ്പോൾ ഈ സാമ്പിളിനെ നമ്മൾ ഈ ന്യൂക്ലിയർ ടെക്നിക്സ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ മെറ്റീരിയൽ, അപ്പോൾ ഇതിൽ നമ്മൾ, അതായത് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സാമ്പിൾ, അതെയാണ് നമ്മൾ എന്താ പറയുക, മെറ്റീരിയൽ എന്ന് പറയുക, മെറ്റീരിയൽ അനലൈസിസ് അല്ലെങ്കിൽ എലമെൻ്റൽ അനലൈസിസ്. അപ്പോൾ മെറ്റീരിയൽ അനലൈസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വാട്ടറിനെടുത്ത ആ വാട്ടറിലുള്ള മോളിക്യൂൾസിനെ ഫുള്ളും അനലൈസ് ചെയ്താൽ അത് മെറ്റീരിയൽ അനലൈസിസ്. അതേ ആ വാട്ടറിലുള്ള പെർട്ടിക്കുലർ മെറ്റീരിയൽ മാത്രം, ആ വാട്ടറിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതിനെ മാത്രം നമ്മൾ, ഇപ്പോൾ വാട്ടർ എന്ന് വെച്ചാൽ H2O, അപ്പോൾ എന്താണ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ അതെന്തായിരിക്കും, അത് മെറ്റീരിയൽ അനലൈസിസും. പിന്നെ ഹൈഡ്രജൻ സെപ്പറേറ്റ് ആയിട്ടും പിന്നെ ഓക്സിജൻ സെപ്പറേറ്റ് ആയിട്ടും അനലൈസ് ചെയ്താൽ നമ്മൾ അതിന് എലമെൻറ്റ്, പെർട്ടിക്കുലർ എലമെൻറ്റിന് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് എന്തായിരിക്കും, എലമെൻറ്റ് അനലൈസിസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു വാട്ടർ ഉണ്ട്, അപ്പോൾ ആ വാട്ടറിന് എന്താണ് ടോക്സിക് ആണോ, അല്ലെങ്കിൽ നമ്മൾ അതിന് പ്യുവർ വാട്ടറാണോ, അത് നമുക്ക് കുടിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഉള്ള ഒരു അനലൈസിസാണ് ഇതിൽ നടക്കുന്നത്. അതേപോലെ സോയിൽ എന്ന് പറഞ്ഞാൽ ആ സോയിൽ എന്തൊക്കെ എന്താണ് അതിൻ്റെ കെമിക്കൽ കോമ്പണൻസ് ഉണ്ട്, അത് നമുക്ക് ഏതൊക്കെയാണ് അതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഉള്ള അനലൈസിസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൽ ഫോറൻസിക് അനലൈസിസും വരും. അപ്പോൾ ആരെങ്കിലും മരിച്ചു പോയവരുടെ എന്താണ് ഏതെങ്കിലും ഹെയറോ അല്ലെങ്കിൽ അതിൻ്റെ സ്കിൻ ടിഷ്യൂ അതൊക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. പെർട്ടിക്കുലർലി ഒരു എലമെൻറ്റിനെ മാത്രം അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഫുള്ള് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനലൈസിസാണ് നമ്മൾ ന്യൂക്ലിയർ ടെക്നിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്നല്ല യൂസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമ്പിളാണ് ഫോർ അനലൈസിസ്. അപ്പോൾ ഇതിൽ 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സും ഇനിയും ഒന്ന് വന്നിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്. അതായത് നമ്മൾ എന്താണ് ഒരു സാമ്പിളിനെടുത്താൽ, ഒരു മെറ്റീരിയലിനെടുത്താൽ അതിൽ വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനലൈസിസ്, ക്വാളിറ്റേറ്റീവ് എലമെൻറ്റ് എന്ന് പറയുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ടു മെഷർ ദ അബ്സല്യൂട്ട് എമൗണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള ഒരു അബ്സല്യൂട്ട് എമൗണ്ട്, അപ്പോൾ ഇപ്പോൾ വാട്ടറിനെടുത്ത ഹൈഡ്രജൻ പിന്നെ ഓക്സിജൻ, അപ്പോൾ അതിൽ ഹൈഡ്രജനും ഓക്സിജനും എത്ര ലെവലുണ്ട് അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താ പറയുക, അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഇതിൽ പെർസെൻറ്റേജ് ഓഫ് അബൻഡൻസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് ക്ലാസിഫൈഡ്, അതായത് പെർസെൻറ്റേജ് ഓഫ് അബൻഡൻസ്, അതായത് ലാർജ് ക്വാണ്ടിറ്റി എലമെൻറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകണം. അതായത് എന്താണ് അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി, അതായത് ഒരു എലമെൻറ്റ് എടുത്താൽ അതിൽ ഏത് ലാർജ് ക്വാണ്ടിറ്റി, ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞില്ല, അതിൽ ഏതാണ് ഹൈഡ്രജൻ ലാർജാ പിന്നെ ഓക്സിജൻ ലാർജാന്ന് പറഞ്ഞ് അതിനെ അനലൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഏത് ഈ എലമെൻറ്റ് കൂടുതലാണോ അതിനൊരു പേരുണ്ട്, ഏത് എലമെൻറ്റ് കുറവാണോ അങ്ങനത്തെ ഒരു പേരുണ്ട്. അപ്പോൾ ഇതിൽ മൈക്രോ എലമെൻറ്റ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ എലമെൻറ്റ്. അപ്പോൾ അബൻഡൻസ് ആ എലമെൻറ്റ്, അതായത് ഈ ലാർജ് ക്വാണ്ടിറ്റി എലമെൻറ്റ് ഇസ് ലെസ് ദാൻ 1% ആണെങ്കിൽ, 1% ഇവിടെ ആ ലാർജ് ക്വാണ്ടിറ്റി എലമെൻറ്റ് കുറവാണെങ്കിൽ അതിനെന്താ പറയുക, മൈക്രോ എലമെൻറ്റ് എന്ന് പറയാം. പിന്നെ മാക്രോ എലമെൻറ്റ് അബൻഡൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1% ആണെങ്കിൽ അതിന് മാക്രോ എലമെൻറ്റും. പിന്നെ ട്രേസ് എലമെൻറ്റിന് നമ്മൾ ഇതും എന്താണ് ഒരു ഇത് അബൻഡൻസ് ഒന്ന് 1/10⁶, അതായത് ഇതിനെ നമ്മൾ PPM ഓർ PPP എന്ന് പറയാം, PPB എന്ന് പറയാം, PPM അതായത് പാർട്സ് പെർ മില്യൺ. PPM പറഞ്ഞാൽ പാർട്സ് പെർ മില്യണും, പിന്നെ PPB പാർട്സ് പെർ ബില്യൺ വരും, 10⁻⁻⁶, ലെസ് ദാൻ 1/10⁻⁶, പാർട്സ് പെർ മില്യണും പാർട്സ് പെർ ബില്യൺ അങ്ങനത്തെ വരും. ആ ട്രേസ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മൈക്രോ എലമെൻറ്റാണ്. പക്ഷെ നമ്മൾ ഇത് മൈക്രോ എലമെൻറ്റിൻ്റെ കൂടെ ചേർത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് ഇത് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻസ്, അതായത് നമ്മൾ അതായത് ഈ മൈക്രോ എലമെൻറ്റിനെക്കാളും ആ ട്രേസ് എലമെൻറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒന്ന് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ മൈക്രോ എലമെൻറ്റിൽ ചേർത്താൻ പറ്റില്ല. അത് എന്താ പറയുക, ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ
മൈക്രോ എലമെൻറ്റ്സിനെക്കാളും എന്താണ് ട്രേസ് എലമെൻറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മൈക്രോ എലമെൻറ്റ്സ് ചേർത്താൻ പറ്റില്ല. പക്ഷേ അതും ഒരു മൈക്രോ എലമെൻറ്റാണ്. ഓക്കെ. ഇനി മാട്രിക്സ് എന്ന് പറഞ്ഞത്, മാട്രിക്സ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ മാക്രോ, മൈക്രോ, പിന്നെ ട്രേസ് എലമെൻറ്റ്. അപ്പോൾ എന്താണ് ആ എലമെൻറ്റിലുള്ള, അതായത് അബൻഡൻസ് ഓർ മെറ്റീരിയൽ അതിലുള്ള ഈ മൈക്രോ എലമെൻറ്റ്, മാക്രോ എലമെൻറ്റ്, ട്രേസ് എലമെൻറ്റ്, അതല്ലാതെ ബാക്കിയുള്ള എലമെൻറ്റ്സിനൊക്കെ നമ്മൾ എന്താ പറയുന്നത് മെട്രിക്സ് എലമെൻറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രേസ് എലമെൻറ്റ്. ട്രേസ് എലമെൻറ്റ് ഒരു മൈക്രോ എലമെൻറ്റ് ആണ്. പക്ഷേ നമ്മൾ മൈക്രോ എലമെൻറ്റിന് കൂടെ ചേർത്താൻ പറ്റില്ല, ബിക്കോസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മൈക്രോ എലമെൻറ്റ്സിൽ അത് ചേർത്താൻ പറ്റില്ല. അപ്പോൾ ഈ 1/10⁶ എന്ന് പറഞ്ഞാൽ ppm, പിന്നെ ppb, അതായത് പാർട്സ് പെർ മില്യണും പാർട്സ് പെർ ബില്യൺ. ഇനി എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് നാം ഇമ്പോർട്ടൻസ് പറഞ്ഞില്ലേ, അതായത് ഇത് ഒരു മച്ച് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റാണ് ട്രേസ് എലമെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ നൈട്രജൻ, പിന്നെ ഫാസ്ഫറസ്, സൾഫർ, പൊട്ടാഷ്യം, സോഡിയം, ക്ലോറിൻ, പിന്നെ അയൺ. അപ്പോൾ ഇതൊക്കെ ഒരു എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റാണ്. പിന്നെ ഇതിൽ ടോക്സിക് ട്രേസ് എലമെൻറ്റ് ഉണ്ട്. ടോക്സിക് മീൻസ് ഒരു പോയ്സണസ് എന്ന് പറയില്ലേ, ടോക്സിക്. അതായത് ഏതെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു എലമെൻറ്റ് അത് പോയ്സണസ് എലമെൻറ്റ്. അപ്പോൾ അതിൽ ടോക്സിക് ട്രേസ് എലമെൻറ്റ് എന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ആർസനിക്, മെർക്കുറി, പിന്നെ കാഡ്മിയം. ഇതൊക്കെ ഒരു ടോക്സിക് ട്രേസ് എലമെൻറ്റാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ട്രേസ് എലമെൻറ്റ് അനലൈസിസ്. അപ്പോൾ ട്രേസ് എലമെൻറ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബോഡി ഫ്ലൂയിഡ് ആൻഡ് ടിഷ്യൂ. അപ്പോൾ ഇത് എന്താണ്, ഇത് ഒരു ബോഡി, അതായത് ഹ്യൂമൻ ബോഡിയിലുള്ള ഫ്ലൂയിഡും പിന്നെ അതിൻ്റെ ടിഷ്യൂസും എന്താണ് നമുക്ക് അനലൈസ് ചെയ്യാൻ യൂസ് ആകുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫീവർ വന്നെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റോ യൂറിൻ ടെസ്റ്റോ നമ്മൾ എടുത്ത് പർട്ടിക്കുലർ എലമെൻറ്റ് കൂടുതലാണോ കുറവാണോ, എന്തെങ്കിലും അഫക്റ്റ് ആയിട്ടുണ്ടോ, WBC അഫക്റ്റ് ആയിട്ടുണ്ടോ, RBC അഫക്റ്റ് ആയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അനലൈസിസ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പൊല്യൂഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ, അതായത് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആണ്. അതായത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഈ പൊല്യൂഷൻ നടക്കുന്ന സാധ്യത ഉണ്ട്. അതായത് പൊല്യൂഷനും പിന്നെ വാട്ടർ, എന്താണ് സോയിൽ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും. ഇപ്പോൾ ഡൈ കമ്പനീസൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും, അതിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന വാട്ടർ ഈ സോയിലിനെയും പിന്നെ വാട്ടറിനെയും പൊല്യൂട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ വാട്ടറിനെയും സോയിലിനെയും എടുത്തിട്ട് അതിനെ നമുക്ക് ഈ മെറ്റീരിയലിനെ, അതായത് മെറ്റീരിയൽ മീൻസ് മെറ്റീരിയലുള്ള എലമെൻറ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ ആണെങ്കിൽ ഇത് വന്നിട്ട് വെഹിക്കിളിൽ നിന്ന് വരുന്ന പൊല്യൂഷനാണ്. അപ്പോൾ ഇത് ഫാക്ടറിയിൽ നിന്ന് വരും. ഇത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന വാട്ടർ പൊല്യൂഷൻ, ഇത് വന്നിട്ട് ഫാക്ടറിയിൽ വരുന്ന എയറും പിന്നെ അതല്ലാണ്ട് വെഹിക്കിളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയില്ലേ, വണ്ടിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് ഈ എൻവയോൺമെൻറ്റിനെ പിന്നെ അറ്റ്മോസ്ഫിയറിനെ എയറിനെ അത് പൊല്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഓട്ടോമൊബൈൽസ് ആൻഡ് ഇൻഡസ്ട്രിയൽ. അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ പറഞ്ഞാൽ അത് പൊല്യൂഷൻ ബന്ധമുള്ളത് എന്താണ്, ഓട്ടോമോട്ടീവും പിന്നെ ഇൻഡസ്ട്രിയലും. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏതാണ്, പൊല്യൂഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. പിന്നെ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഇൻഡസ്ട്രി. അപ്പോൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ പൊല്യൂഷൻ നടക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ അനലൈസ് ചെയ്തിട്ട് ഏത് എലമെൻറ്റാണ് നമുക്ക് ടോക്സിക് എലമെൻറ്റോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫോറൻസിക് സാമ്പിൾ. അപ്പോൾ അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫോറൻസിക് സാമ്പിൾ നമുക്ക് ആരെങ്കിലും മരണപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സൂസൈഡോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ അനലൈസിസ് ചെയ്യാനും പിന്നെ അറിയാത്ത ബോഡീനെ നമുക്ക് തിരിച്ചറിയാനും ഈ ഫോറൻസിക് സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ന്യൂക്ലിയർ ടെക്നിക്സ് അതിൻ്റെ ഭാഗമാണ്. ഓക്കെ. ഇനി കോമൺ ടെക്നിക്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനലൈസിസ്. ഇതിൽ പ്രോട്ടോൺ ഇൻഡ്യൂസ്ഡ് എക്സ്റേ എമിഷൻ, അത് PIXE എന്ന് പറയാം. പിന്നെ റൂദർഫോർഡ് ബാക്ക് സ്കാറ്ററിങ്, അതിന് RBS എന്ന് പറയാം. പിന്നെ ന്യൂട്രോൺ ആക്ടിവേഷൻ അനലൈസിസ്, അതിന് NAA എന്ന് പറയാം. പിന്നെ ന്യൂട്രൺ റിയാക്ഷൻ അനലൈസിസ് NRA. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫസ്റ്റിലുള്ള 3 ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് സിലബസിലുള്ളതാണ്, ഫസ്റ്റുള്ള 3. അതൊക്കെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് നോക്കാം. സോ ബേസിക് പ്രിൻസിപ്പൽ ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ദ ടെക്നിക്.
എലമെൻറ്റ് ടു ബി ഐഡൻറ്റിഫൈ ഷുഡ് ഷോ സം പ്രോപ്പർട്ടി അല്ലേ, ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു എലമെൻറ്റ്, അതായത് നമുക്ക് ഇത് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ എലമെൻറ്റ് ടു ബി ഐഡൻറ്റിഫൈ ഷുഡ് ഷോ സം പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ, ഇതൊരു എലമെൻറ്റ് എന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും കൊണ്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അത് സം ഫോട്ടോൺസിന് എമിറ്റ് ചെയ്യും. അപ്പോൾ ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിനെ വെച്ചിട്ട് ഇത് ഏത് എലമെൻറ്റാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ വെച്ചിട്ട് നമുക്ക് എലമെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ, അതായത് ഈ ട്രേസ് എലമെൻറ്റ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്സാണ് ഇതൊക്കെ. നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ വേരിയസ് എലമെൻറ്റ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ വേരിയസ് എലമെൻറ്റ്. അപ്പോൾ എലമെൻറ്റ്, അതായത് ഒരു മെറ്റീരിയലിൽ എന്തൊക്കെ എലമെൻറ്റ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വാട്ടർ എന്ന് അറിയില്ല, പക്ഷേ ഈ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ നമ്മൾ എലമെൻറ്റിനെ അനലൈസ് ചെയ്തിട്ട് അപ്പോൾ ഇത് വാട്ടറാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വേരിയസ് എലമെൻറ്റ്. പിന്നെ ഫോട്ടോൺ ഷുഡ് ബി ഹെൽപ്പ്. അതായത് നമുക്ക് ആദ്യം നോക്കിയതിൽ എന്താണ്, നമ്മൾ ഒരു എലമെൻറ്റിൽ റേഡിയേഷൻ ക്രിയേറ്റ് ആകും, ആ ഫോട്ടോൺസ് ക്രിയേറ്റ് ആകും. ആ ഫോട്ടോണിനെ വെച്ചിട്ട് നമുക്ക് ഏത് എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അതേ ഫോട്ടോൺ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്. പിന്നെ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്, അതായത് ഏത് എലമെൻ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് ഫോട്ടോൺസ്, എത്ര ഫോട്ടോൺസ് അതിൽ എമിറ്റ് ആകുന്നുണ്ട് അതും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എലമെൻറ്റിൽ എത്ര, അതായത് മെറ്റീരിയലിൽ എത്ര അധികം എലമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ന്യൂക്ലിയർ ടെക്നിക്സ്. ന്യൂക്ലിയർ ടെക്നിക്സ് ഇൻവോൾവ് ദ ഡിഡക്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് റേഡിയേഷൻ. ഡിഡക്ഷൻ ആൻഡ് മെഷർമെൻറ്റ്, അതായത് നമുക്ക് ഇപ്പോൾ ഫോട്ടോൺസ് വന്നു, ആ ഫോട്ടോൺസ് വന്നതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാം. അപ്പോൾ ഡിറ്റക്ടർ ഒന്നുണ്ട്, ആ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഏത് വകയാണ് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എമിറ്റ് ആകുന്ന ഫോട്ടോൺസ് വെച്ചിട്ട് അതിന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ഏത് ഫോട്ടോൺ എന്ന് പറഞ്ഞ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു ഈക്വേഷൻസ് ആണ് കേട്ടോ, ഇത് കാണില്ല, ഞാൻ പറയാം. ഇത് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ NI, ക്യാപിറ്റൽ N സഫിക്സ് I, അതായത് ക്യാപിറ്റൽ N അല്ല, M ആണ്. M സഫിക്സിൽ I, അതായത് I എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സാമ്പിൾ, ഒരു സാമ്പിളാണ്. പിന്നെ സ്മോൾ m അത് വന്നിട്ട് മാസ് ഓഫ് ദ എലമെൻറ്റ്, അത് ഇവിടെ വരുന്നുണ്ടോ, ഇവിടെ വരണം. അപ്പോൾ ഇറ്റ് ഇസ് എ മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ സാമ്പിൾ. മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ സാമ്പിൾ ആൻഡ് ഇതിൽ മാസ് ഓഫ് ദ മാസ് ഓഫ് ദ എലമെൻറ്റ്, I എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് സാമ്പിൾ. അപ്പോൾ മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ സാമ്പിൾ MI. പിന്നെ നെക്സ്റ്റ് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ I എന്ന് വരും. ദെൻ എന്തായി നെക്സ്റ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് റേഡിയേഷൻ ക്യാപിറ്റൽ N സഫിക്സിൽ I, ക്യാപിറ്റൽ N സഫിക്സിൽ I. അപ്പോൾ MI എന്ന് പറഞ്ഞാൽ അത് മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ സാമ്പിൾ. NI എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് റേഡിയേഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈക്വേഷൻ, അതായത് NI is equal to KI into MI, ഇതാണ് ഇതിൻ്റെ ഈക്വേഷൻ. അപ്പോൾ N എന്ന് പറഞ്ഞാൽ ആൾറെഡി പറഞ്ഞ പോലെ ഇൻറ്റൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ ഇസ് ഈക്വൽ ടു MI മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ സാമ്പിൾ. അപ്പോൾ ഇത് K എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, അതായത് ഇൻസ്ട്രുമെൻ്റൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് എന്തിനാണ് യൂസ് ആകുമെന്ന് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് ദ ഡിറ്റക്റ്റിംഗ് ഡിവൈസ് എഫിഷ്യൻസി. അപ്പോൾ ആ ഡിവൈസിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും പിന്നെ ജോമെട്രി ഓഫ് ദ സെറ്റപ്പിൻ്റെ ജോമെട്രി, പിന്നെ പ്രോബബിലിറ്റി ഓഫ് റിവീലിംഗ് എ പ്രോപ്പർട്ടി അതിനെ കണ്ടുപിടിക്കാനും ഈ കോൺസ്റ്റൻറ്റ് K, അതായത് ഇത് ഇൻസ്ട്രുമെൻ്റൽ
കോൺസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻ്റൽ കോൺസ്റ്റൻറ്റ്. പിന്നെ MI എന്ന് പറഞ്ഞാൽ അത് മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ സാമ്പിൾ. പിന്നെ NI എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റൻസിറ്റി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് റേഡിയേഷൻ. അപ്പോൾ ഇതൊരു ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് സാമ്പിൾ ഇൻസ്ട്രുമെൻ്റൽ കോൺസ്റ്റൻറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ദിസ് പ്രൊസീജിയർ is known as calibration using using an internal standard, given sample relative measurements. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഈക്വേഷൻ NI divided by NS is equal to MI divided by MS into താഴെ എഴുതുക KI divided by KS. അതായത് NI divided by NS is equal to MI divided by MS into KI divided by KS. അപ്പോൾ ഇതിൽ I എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഞാൻ പറഞ്ഞില്ലേ, സാമ്പിൾ, അതായത് നമുക്ക് അൺനോൺ സാമ്പിൾ എന്ന് പറയാം. NI എന്ന് പറഞ്ഞാൽ അൺനോൺ സാമ്പിൾ, NS അതായത് S എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് നോൺസ്, അതായത് സ്റ്റാൻഡേർഡ് സാമ്പിളാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്റ്റാൻഡേർഡാണ്. MS എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മാസ്, KS എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻ്റൽ കോൺസ്റ്റൻറ്റ്, പിന്നെ ഇത് വന്നിട്ട് NS എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കറിയാത്ത ഒരു എലമെൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് എൻ എലമെൻ്റൽ അനലൈസിസ് ടെക്നിക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സെൻസിറ്റിവിറ്റി. സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ദ amount of sample element, smallest change in the amount of the sample element, usually expressed in ppm, parts per million. ഇനി മിനിമം ഡിഡക്ഷൻ ലിമിറ്റ്, അത് സ്മോളസ്റ്റ് amount of the element in the ppm required to yield to detectable measure of the property. It is depends on the matrix technique and element. Minimum detection limit, it depends on the matrix technique and element. ഇനി മൾട്ടി എലമെൻറ്റ് നേച്ചർ എന്ന് പറഞ്ഞാൽ the ability to give information and various element present in a given sample. മൾട്ടി എലമെൻറ്റ് നേച്ചർ, അതായത് the ability to give information various element present in the given sample. Then non destructive nature, അതായത് നോൺ ഡിസ്ട്രക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പ്, അതായത് പ്രിസർവിങ് ദ സാമ്പിൾ ഈവൻ ആഫ്റ്റർ ദ അനലൈസിസ് ഇസ് ഓവർ. അപ്പോൾ നമ്മൾ ഡിസ്ട്രക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അനലൈസ് ചെയ്ത്, അതായത് മൾട്ടിപ്പിൾ എലമെൻറ്റ് നേച്ചർ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നോൺ ഡിസ്ട്രക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ഒന്ന് ഡിസ്ട്രോയ് ചെയ്യാണ്ട് നമ്മൾ അത് ഒരു പ്ലേസിൽ വന്നിട്ട് സേഫായിട്ട് വെക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അത് സേഫായിട്ട് വെക്കുക. ഈ ഫോറൻസിക്സ് സാമ്പിൾസൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യും. ഫോറൻസിക് സാമ്പിളോ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു സാമ്പിളോ, ഇപ്പോൾ ക്യാൻസറിൻ്റെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇപ്പോൾ പാത്തോളജിയിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പിന്നെ അത് ഇനി ഒരു 5-6 വർഷം എടുത്ത് വയ്ക്കും. അപ്പോൾ ആവശ്യമില്ല 10 വർഷമെങ്കിലും എടുത്ത് വയ്ക്കരുത്. ആവശ്യമില്ല എന്ന് പറഞ്ഞാലാണ് പിന്നെ അത് ഡിസ്പോസ് ചെയ്യും. അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ്സാണ് ഇതൊക്കെ ഉള്ളത്. ടെക്നിക്സ്, ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ എലമെൻറ്റ് അനലൈസിസ് ടെക്നിക്. ഇനി ജനറൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ഈ 3 പോയിൻ്റ് വരുന്നുണ്ട്. 3, അതായത് സോഴ്സും പിന്നെ സാമ്പിളും പിന്നെ ഡിറ്റക്ടറും. സോഴ്സ്, സാമ്പിൾ ആൻഡ് ഡിറ്റക്ടർ. അപ്പോൾ സോഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് സോഴ്സ്, അത് വിസിബിൾ സോഴ്സ് ആയിരിക്കും. പിന്നെ എക്സ്റേ എമിറ്റർ, പിന്നെ പ്രോട്ടോൺ ഫ്രം ആക്സിലേറ്റർ, ന്യൂട്രോൺ എമിറ്റർ ആൻഡ് അതർ അയൺസ്. അതായത് നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് ഒരു ന്യൂട്രോണോ ഒരു പ്രോട്ടോണോ കൊണ്ട് ഒരു മെറ്റീരിയലിനെ ബമ്പാർഡ് ചെയ്യുമ്പോൾ അതിൽ വെളിയാകുന്ന റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യും, അതായത് അതിൻ്റെ അനലൈസ് ചെയ്യും അതിന്. അപ്പോൾ അതിലെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സോഴ്സിൽ വരും. ഇനി ആ സാമ്പിൾ എന്തൊക്കെ സാമ്പിളായിരിക്കും, അതായത് സോളിഡ് സാമ്പിളായിരിക്കും, ലിക്വിഡ് സാമ്പിളായിരിക്കും, ഗ്യാസ് സാമ്പിളായിരിക്കും, ആർക്കിയോളജിക്കൽ സാമ്പിളായിരിക്കും, പൗഡർ സാമ്പിൾ, തിൻ ഫിലിം ഫോം, ബോഡി ഫ്ലൂയിഡ്, അതർ കോമ്പണൻറ്റ്സ്, ഇതൊക്കെ സാമ്പിളാണ്. ഇനി ഡിറ്റക്ടേഴ്സ് ഡിവൈസ് യൂസ് ടു കളക്ട്. ഡിറ്റക്ടേഴ്സ് എന്താണ്, വരുന്ന റേഡിയേഷന് അല്ലെങ്കിൽ വരുന്ന ഫോട്ടോണ് ഡിറ്റക്ട് ചെയ്യാൻ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഡിറ്റക്ട് ചെയ്തിട്ടാണ് അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ഏത് എലമെൻറ്റാണ് ഉള്ളത് എന്നൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഡിവൈസ് യൂസ് ടു കളക്ട് ആൻഡ് അനലൈസ് ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഡിറ്റക്ടർ, സെൻറ്റിലേഷൻ കൗണ്ടർ, സെമി കണ്ടക്ടർ ഡിറ്റക്ടർ, പിന്നെ ഫോട്ടോ
sensor. Okay, thank you.